അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഈയുള്ളവൻ ചെയ്തിരുന്നു. അതിന് മറുപടിയായിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. അവർ സമസ്തയുടെ അനുയായികളാണ്. എൻ്റെ വീഡിയോയും അതിനു മറുപടി എന്ന രൂപത്തിൽ പകര അഹ്സനിയുടെ വീഡിയോയും ചേർത്തു വച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത്? അതിൻ്റെ വസ്തുത എന്താണ്? പകര അഹ്സനി മറുപടിയായി പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഞാൻ സംസാരിച്ച സംസാരത്തിൻ്റെ തലക്കെട്ട് പ്രവാചക പത്നിമാരുടെ പേരിൽ കളവ് പറഞ്ഞു എന്ന രൂപത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺമക്കളോ അവർ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ടില്ല എന്ന പച്ചക്കളവ് പ്രവാചകൻ്റെ പത്നിമാരുടെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിച്ചു. അതിനായിരുന്നു ഞാൻ മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും വിട്ടു. പ്രവാചകൻ്റെ ഭാര്യമാർ പോയിട്ടില്ല എന്നും പ്രവാചകൻ്റെ പത്നിമാർ പോയിട്ടില്ല എന്നും പച്ചയായ നുണ പ്രചരണം അവർ ആദ്യം പ്രവാചകൻ്റെ പത്നിമാരുടെ പേരിലും ഭാര്യമാരുടെ പേരിലും പറഞ്ഞു വച്ചു എന്നതിലപ്പുറം ഇപ്പോൾ ഇമാമിങ്ങളുടെ പേരിൽ വരെ പച്ചയായ നുണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം നവവി റഹ്മഹുല്ല അത് പ്രസ്താവിച്ചു എന്ന് പറയുന്നു. ഇമാം ഷാഫിഈ റഹ്മഹുല്ല അതിനെ എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ വായിക്കുന്നുണ്ട് അദ്ദേഹം. ഇനി ആ ഗ്രന്ഥം വായിക്കുമ്പോൾ പോലും ചില വാചകങ്ങൾ കട്ടുമുറിച്ചുകൊണ്ടും ചില വസ്തുതയിൽ നിന്ന് അദ്ദേഹത്തിൻ്റേതായ ഒരു വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുമാണ് അദ്ദേഹം വായിക്കുന്നത്. നമുക്ക് ആ ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിസാഉം മിൻ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിൽ നിന്ന് എത്രയോ സ്ത്രീകളുണ്ട്. വബനാതിഹി, അവിടുത്തെ പെൺമക്കളിൽ നിന്നും. വഅസ്വാജിഹി, അവിടുത്തെ ഭാര്യമാരിൽ നിന്നും. മൗലിയാതിഹി വഖദമിഹി, അവിടുത്തെ സേവകരിൽ നിന്നും. വഖദമി അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിന്റെ സേവകരിൽ നിന്നും. ഇത്രയൊക്കെ സ്ത്രീകൾ ഉണ്ടായിട്ട് ഫമാ അലിംതു മിൻഹുന്ന, നിങ്ങൾ ശ്രദ്ധിക്കണം, ഫമാ അലിംതു അഹദം മിൻഹുന്ന, നബിന്റെ ഭാര്യമാരോ നബിന്റെ പെൺകുട്ടികളോ ആരും തന്നെ ഒരു പെണ്ണിനെയും ഞാൻ അറിയുന്നില്ല. ഒരു ജുമുഅക്ക് പുറപ്പെട്ടതായി കാണുന്നില്ല. വലാ ഇലാ ജമാഅ, ഒരു ജമാഅത്തിന് പുറപ്പെട്ടതായും കാണൂല. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺമക്കളോ അതുപോലെ തന്നെ അവിടെ നിന്ന് ഖിദ്മത്തിനുണ്ടായിരുന്ന ആളുകളും അവരുടെ അഹ്ലു ബൈത്തുകളും ഒന്നും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിസ്കരിക്കാൻ ജമാഅത്തിന് പോയിട്ടില്ല എന്ന് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ ഒരു കിതാബ്, അതിൽ നിന്ന് ഇദ്ദേഹം ഉദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ചർച്ച എന്താണ്? അതിൻ്റെ തൊട്ടുമുകളിലോ അതിന് ശേഷമുള്ളതോ അതിനിടയിലുള്ള ചില ഭാഗങ്ങളോ വായിക്കാതെയാണ് അദ്ദേഹം ഇതിനെ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നടത്തുമ്പോൾ ഇമാം ഷാഫിഈ റഹ്മഹുല്ല കൊണ്ടുവന്ന ഒരു മസ്അലയാണ്. അതായത് ഇമാം ഷാഫി റഹ്മഹുല്ല പ്രസ്താവിക്കുന്നത്, ഒരു പെണ്ണിന് അവൾക്ക് ഇസ്തിതാഅത്തെത്തി ഹജ്ജിന് പോകാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യവും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം പൂർണ്ണമായി. ഇനി അവൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ മഹറം ഉണ്ടാകണം, യാത്രയ്ക്ക് മഹറം ഉണ്ടാകണം എന്നാണ്. പക്ഷേ മഹറമില്ലാത്ത സാഹചര്യത്തിൽ ഒരു തൻ്റെ ഭർത്താവിനെയോ മഹറമിനെ കൊണ്ടുപോകാൻ അത് ആര് ചിലവഴിക്കണം? അത് ഈ പെണ്ണ് അതിൻ്റെ ചിലവ് കൊടുക്കണമോ? ആ മഹറമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിതാഅത്ത് എത്തിയിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ചർച്ചകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിലേക്ക് പോകൽ, അതായത് ഹജ്ജ് ചെയ്യുക എന്നത് വാജിബായ കർമ്മമാണ്.
ഹജ്ജ് ഒരാൾക്ക് ഇസ്തിതാഅത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായി. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഗതികൾ എടുത്തു പറയുന്നത്. ഒരിക്കലും പുരുഷന്മാരെപ്പോലെ പള്ളിയിലേക്ക് പോവുക എന്നത് വാജിബല്ല ഒരു സ്ത്രീക്ക് എന്നതാണ് ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. ആ ഭാഗത്തെ എടുത്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടതില്ല, പ്രവാചകൻ്റെ പത്നിമാരോ അവിടുത്തെ പെൺമക്കളോ അവിടുത്തെ ഖദമുകളും അതുപോലെ തന്നെ അഹ്ലു ബൈത്തും ഒരാളും തന്നെ സ്ത്രീകളിൽ നിന്ന് പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നതിനെ വളച്ചൊടിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ വിശദീകരണത്തെ വാജിബല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് അത് സുന്നത്തു പോലുമല്ല, അത് അനുവദനീയമല്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ വളച്ചൊടിക്കുന്നത്. വിശദീകരണത്തിനെ അദ്ദേഹം വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളാണ് നടത്തുന്നത്. നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. എന്നിട്ട് അതിൻ്റെ ആദ്യം മുതൽ നമുക്കതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കാം. ഷാഫി തങ്ങളാ പറയുന്നത്. ബുഖാരി രചിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നീ ഇവിടെ ഹദീസ് കൊണ്ടുവന്നല്ലോ, ആ കൊണ്ടുവന്ന ഹദീസുകളിൽ നിന്ന് 90% റിപ്പോർട്ട് ചെയ്ത അയിമ്മത്ത് മുഴുവനും ഷാഫി മദ്ഹബിന്റെ കീഴിൽ ജീവിച്ചവരാണ്. ഷാഫി മദ്ഹബിലെ മുഖല്ലിദീങ്ങളാണ്. ചരിത്രം കൊണ്ട് ഞാനത് സമർത്ഥിക്കും. ഇവിടെ അദ്ദേഹം ഒരു വിഷയം എടുത്തു പറയുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളയുടെയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളയുടെയും ഒക്കെ ഹദീസാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയൊക്കെ ഉസ്താദാണ് ഇമാം ഷാഫിഈ. അതുകൊണ്ട് ഈ ഹദീസൊന്നും കണ്ടിട്ടില്ലാത്ത ആളാണോ എന്ന രൂപത്തിൽ ഈ പറഞ്ഞ ദുർവ്യാഖ്യാനവും അതോടൊപ്പം ഈ ഇമാം ഷാഫിഈ റഹ്മത്തുള്ള ബുഖാരി റഹ്മത്തുള്ളയുടെയും മുസ്ലിം റഹ്മത്തുള്ളയുടെയും ഉസ്താദാണല്ലോ, അപ്പോൾ അവർക്ക് തിരിയാത്തതാണോ ഇമാം ബുഖാരിക്ക് തിരിഞ്ഞത് എന്ന രൂപത്തിൽ, അതാണോ ഞാൻ കൊണ്ടുവരുന്നത് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ള ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് അൽ ഉമ്മ് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുസ്നദ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ള എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലും നമുക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ള ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തു വച്ച ആ ഹദീസുകളെല്ലാം കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വന്നത് എന്നും കൃത്യമായി ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ അവസാനങ്ങളിൽ പറയും. ഇദ്ദേഹം പറയുന്നതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം. അങ്ങനത്തെ ഷാഫി ഇമാം പറയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ജുമാക്ക് പോയിട്ടില്ല, ജമാഅത്തിന് പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പെൺകുട്ടികൾ ഫാത്തിമ ബീവി അടക്കം ജുമാക്ക് പോയിട്ടില്ല, ജമാഅത്തിന് പോയിട്ടില്ല. നീണ്ടൊരു പട്ടിക. നിസാഉം മിൻ അഹ്ലി ബൈതി വബനാതി വഅസ്വാജി വമൗലിയാതി വഖദമി അഹ്ലി ബൈതി വമാ അലിംതു മിൻഹുന്ന ഇംറാഅത്തൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ. അവരാരും ജുമാക്ക് പോയ സംഭവമില്ല. ജമാഅത്തിന് പങ്കെടുത്ത തെളിവാകുമോ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് അദ്ദേഹം ഒരു ഭാഗം കട്ടുമുറിക്കുന്നത്. ജമാഅത്തിന് പങ്കെടുത്തത് തെളിവുണ്ടോ അല്ലെങ്കിൽ ജമാഅത്തിന് പങ്കെടുക്കാത്തതിന് തെളിവുണ്ടോ എന്നത് അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഒരു ഭാഗം അതിനിടയിൽ അത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ള ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയതിൻ്റെ ഒരു ഭാഗം കട്ടുമുറിക്കുന്നുണ്ട്. അവിടെയാണ് പുരുഷന്മാർക്ക് വാജിബാണ് എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾക്ക് വാജിബല്ല എന്ന് സമർത്ഥിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇമാം ഷാഫിഈ റഹ്മത്തുള്ള ഇത് വിശദീകരിച്ചത് സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്ത് നിർബന്ധമല്ല, വാജിബല്ല എന്നതിനെ സമർത്ഥിക്കാനാണ് ഇദ്ദേഹം ഈ ചർച്ച കൊണ്ടുവന്നതെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ശ്രവിക്കാം. എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, എനിക്ക് സംശയമില്ല, അന്നഹുന്ന കുന്ന അലൽ ഖൈരി ബിമകാനിഹിന്ന മിൻ റസൂലില്ല അഹ്റസ. ആ സ്ത്രീകൾ മുഴുവനും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും അവിടുത്തെ ബന്ധമുള്ള സ്ത്രീകളും ആ സ്ത്രീകൾ വളരെ ഖൈറിനോട് താല്പര്യമുള്ളവരാണ്. വബിഹി ആലമു മിൻ ഗൈരിഹിന്ന, അവരല്ലാത്തവരെക്കാണ് ആ വിഷയത്തിൽ അറിവുള്ളവരുമാണ്. വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലിയദഅ അയ്യഉമറഹുന്ന ബിമാ യജിബു അലൈഹിന്ന. അവർക്കത് നിർബന്ധമുണ്ടെങ്കിൽ ജുമാ നിർബന്ധമില്ല എന്ന് ആദ്യം സമർത്ഥിക്കുന്നത്. കണ്ടോ, അവർക്കത് നിർബന്ധമുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ള പ്രസ്താവിച്ചത് ഇത് വാജിബാണോ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ വാജിബാണോ എന്ന ചർച്ചയെ കൊണ്ടുവന്നപ്പോഴാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺമക്കളോ അങ്ങനെ വാജിബായിക്കൊണ്ട് നിർബന്ധമായിക്കൊണ്ട് പള്ളിയിൽ പോയതായി കാണാൻ സാധിക്കില്ല എന്ന് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അത് പുറത്തു വരുന്ന അവസ്ഥ. അല്ലാഹു അക്ബർ. അല്ലെങ്കിലും ബിദ്അത്തിൻ്റെ കക്ഷികൾ അവർ ഏതൊരു വിഷയം ബിദ്അത്തിന് വേണ്ടി തെളിവെടുക്കുന്നുവോ ആ തെളിവ് തന്നെയാണ് നമുക്കത് മറുപടിയായിക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വായിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്.
ഇത് വാജിബാണോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ശ്രവിക്കാം. അവർക്കത് നിർബന്ധമുണ്ടെങ്കിൽ ജുമാ നിർബന്ധമില്ലാന്ന് ആദ്യം സമർത്ഥിക്കുന്നത്. നിർബന്ധമുണ്ടെങ്കിൽ അത് റസൂലുള്ള പറയാതിരിക്കില്ല. ഇനി അദ്ദേഹം ഉരുണ്ട് കളിക്കും. അറിയാതെ വായിച്ചു പോയതാണ്. ജുമാ നിർബന്ധമുണ്ടോ എന്നാണ് ആദ്യം ഇമാം ഷാഫിഈ റഹിമഹുല്ല സമർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഉരുണ്ട് കളിക്കാണ്. നമുക്ക് ആ ഭാഗം കേൾക്കാം. അതിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ, അതിൽ വല്ല ഗുണവും ഉണ്ടെങ്കിൽ, വല്ല സുന്നത്തും ഉണ്ടെങ്കിൽ, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ പറയാതിരിക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് തങ്ങൾ പറയാതിരിക്കോ? ഇത് പുണ്യമുള്ള കാര്യമാണ്. സുന്നത്തുണ്ടെങ്കിൽ എന്ന് എടുത്തു ചേർക്കാണ്. വാജിബാണ് എന്ന വിഷയം എടുത്തു പറഞ്ഞപ്പോൾ വാജിബല്ല, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്തത്. എന്താണ് ഈ അമ്ർ എന്ന് പറഞ്ഞാൽ? അമ്ർ എന്ന് പറഞ്ഞാൽ വുജൂബിനെ അറിയിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്ർ ചെയ്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല, അതായത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിർബന്ധമാണെങ്കിൽ അതിലൊരു ഖൈറുണ്ടാകും. ആ ഖൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരിക്കും. അത് ആ ഖൈറിനോട് കൂടുതൽ താല്പര്യമുള്ളതാണ് പ്രവാചക പത്നിമാരും അവിടുത്തെ പെൺമക്കളും. അവർ കൂടുതൽ അതിന് താല്പര്യപ്പെടുമായിരുന്നു. പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല, വാജിബാണി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആ രൂപത്തിൽ അത് മനസ്സിലാക്കിയിട്ടുമില്ല. വാജിബാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഇമാം ഷാഫി റഹ്മഹുല്ല അവിടെ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അതിനെ ഇടയിൽ തിരികി ഉരുണ്ട് കളിക്കാണ്. വാജിബാണെന്നോ സുന്നത്താണെന്നോ ഒരു ഖൈറുമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറയാൻ. ഇനി ബാക്കി ഭാഗം കേൾക്കാം. നിർബന്ധമില്ലെങ്കിലും ഖൈറുണ്ടെങ്കിൽ പറയുമായിരുന്നു. അവരോട് കൽപ്പിച്ചില്ലേ, അത് സുന്നത്തല്ലേ? ഇനി അദ്ദേഹം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ആ ഗ്രന്ഥത്തിൽ നിന്ന് ഉദാഹരണം വായിക്കണം. ശരിക്ക് അദ്ദേഹം സ്വതക്ക എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ ഇനി അറിഞ്ഞിട്ട് ഉറക്കം നടിക്കുന്നതാണോ എന്നും നമുക്കറിയില്ല. അല്ലാഹു ആലം. അതായത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വതക്ക, അമ്രായ സ്വതക്ക, വാജിബായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് സക്കാത്താണ്. സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരോടും സ്ത്രീകളോടും നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ അവകാശിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ഓഹരി എത്തിക്കഴിഞ്ഞാൽ, ഹൗല് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ സക്കാത്ത് കൊടുക്കണം. അതാണ് സ്വതക്ക എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അവിടെ പറഞ്ഞത്. ഒരിക്കലും സ്വതക്ക വാജിബല്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയെ സുന്നത്തായി കൊണ്ട് പഠിപ്പിച്ചു. ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ സക്കാത്താണ്. ആ സക്കാത്ത് നിർബന്ധമാണ്. അത് സ്ത്രീകൾക്കും നിർബന്ധമാണ്, പുരുഷന്മാർക്കും നിർബന്ധമാണ്. അതിനെയാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. സ്വതക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എങ്കിൽ അതേസമയം നിസ്കാരം, പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് റസൂൽ കൽപ്പിച്ചിട്ടില്ല എന്ന രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളെ ജംഅ് ചെയ്തുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് രണ്ടിനെയും കോട്ടി മാറ്റുകയാണ്. സ്വതക്ക എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അത് സക്കാത്താണ് എന്നത് ഏതൊരു ഫിഖ്ഹ് പഠിച്ച ആളുകൾക്കും തിരിയുന്നൊരു വിഷയമാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അവിടുത്തെ ഭാര്യമാരോട് മറഞ്ഞിരിക്കാനാണ് പറഞ്ഞത്, പള്ളി പോകാനല്ല. അവിടെ നിന്നും കയറി പറയുന്ന ഇമാം ഷാഫി തങ്ങൾ, മുസ്ലിമീങ്ങളിൽ കഴിഞ്ഞു പോയ സലഫ് സാലിഹ്യങ്ങളിൽ ഒരാളെയും ഞാൻ അറിയുന്നില്ല. അവരെ ഭാര്യമാരിൽ നിന്ന് ആരോടെങ്കിലും രാത്രിയോ പകലോ ജുമാക്കോ ജമാഅത്തിനോ പോകാൻ പറഞ്ഞ സലഫ് സാലിഹ്യങ്ങളിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടില്ല. എങ്ങനെയുണ്ട്? ഇനി അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, സലഫു ലോകത്തും ഒരു മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളും പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നുകൂടി ചേർത്ത് വെച്ച് അദ്ദേഹം പിന്നെ സൊനആനിൻ്റെ വിഷയം അന്ന് നിർഭയത്വമായിരുന്നു. അപ്പോൾ നിർഭയത്വം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാമെന്ന് പണ്ഡിതന്മാർ ഷർത്ത് വച്ചതിനെ അതിനെയും ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം ബാക്കി പറയുന്നുണ്ട്. നമുക്കെന്തായാലും ഇമാം ഷാഫി റഹ്മഹുല്ല ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വായിച്ചതിൻ്റെ തൊട്ടു മുമ്പ് മുതൽ അവസാനം വരെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഖ്തിലാഫുൽ ഹദീസിൽ ഇമാം ഷാഫിഈ റഹ്മഹുല്ല പറയാണ്, വമാ ഫറള ഇത്യാനിൽ ജുമഅ ഇല്ല അല ദിജാലി, പുരുഷന്മാർക്കല്ലാതെ ജുമഅ ജമാഅത്തിന് ഫർളായി കൊണ്ടുവരേണ്ടത് ബാധ്യതയല്ല. പുരുഷന്മാർക്കാണ് ജുമഅയ്ക്ക് ഫർള് ആയിക്കൊണ്ട് പള്ളിയിലേക്ക് വരേണ്ടത്. പുരുഷന്മാർക്കാണ് ജുമഅ ഫർളായിട്ടുള്ളത്. വലൈസ ഹാദാ അല നിസാ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുമഅയ്ക്ക് വരൽ ഫർളല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലും ആ വിഷയം, സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഹുക്കുമ് ഞാൻ പറഞ്ഞിരുന്നു. സ്ത്രീകൾ പള്ളിയിൽ വരൽ വാജിബല്ല, നിർബന്ധമല്ല, ഫർളല്ല. അവർക്ക് വരുന്നതിൽ തടയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തെ ഞാൻ ഉദ്ധരിച്ചിരുന്നു. ഇനി ബാക്കി എന്താ പറയുന്നത്? വമാ ഹുന്ന ഫീ ഇത്യാനിൽ മസാജിദി ലിൽ ജമാഅത്തി കദ്ദിജാലി,
അവിടെയാണ് നമുക്ക് അടിവരയിടേണ്ടത്. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരൽ നിർബന്ധമല്ല എന്നാണ്. അപ്പോൾ ഇത് തുടങ്ങി വെക്കുന്നത് തന്നെ ഇമാം ഷാഫിഈ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബു ഇഖ്തിലാഫുൽ ഹദീസ് എന്ന പറയുന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹം വായിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വിഷയം തുടങ്ങി വെക്കുന്നത് തന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് വരുന്നത് പോലെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരൽ നിർബന്ധമല്ല എന്നാണ്. ഇവിടുന്ന് ബാക്കി ഭാഗമാണ് പകര അഹ്സനി വായിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് ഒഴിവാക്കിയതിന് ശേഷം, അതായത് പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് വരൽ നിർബന്ധം എന്നതുപോലെ സ്ത്രീകൾക്ക് നിർബന്ധമല്ല എന്നാണ് അദ്ദേഹം ആദ്യം തുടങ്ങി വയ്ക്കുന്നത്. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺമക്കളോ ഈ രൂപത്തിൽ പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിലേക്ക് പോയിരുന്നു എന്നതുപോലെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയതായിക്കൊണ്ട് എനിക്കറിയില്ല എന്ന് പറയാൻ. എന്നിട്ട് അവസാനം അതിൻ്റെ ഇടയിൽ അദ്ദേഹം മുറിച്ച ഭാഗമുണ്ട്. ഇലാ ഷുഹൂദി ജുമഅ വൽ ജമാ എന്ന് പറഞ്ഞിട്ട് വാജിബത്തുൻ അല റിജാലി ബി അക്സരി മിൻ വുജൂബിൽ ജമാ എന്ന് പറയുന്ന ഭാഗത്തെ അദ്ദേഹം മുറിക്കുകയാണ്. എന്നിട്ടാണ് അതിൻ്റെ ബാക്കി ഭാഗം വായിക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് വാജിബാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പള്ളിയിൽ പോകലും ജമാഅത്തിൽ പങ്കെടുക്കലും ജുമുഅ നിസ്കരിക്കലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ സ്ത്രീകൾക്ക് നിർബന്ധമല്ല എന്നാണ് അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മഹുല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഇദ്ദേഹം കോട്ടി മാറ്റിയിട്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനേ പാടില്ല, അത് സുന്നത്ത് പോലുമല്ല, ഒരു ഖൈറുമില്ല അതിൽ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. മാത്രമല്ല അദ്ദേഹം വായിച്ചു, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മക്കളും ഈ ദീനിൻ്റെ വിഷയത്തിലും ഖൈറിൻ്റെ വിഷയത്തിലും കൂടുതൽ തൽപരരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് കൽപ്പിച്ചാലും ചെയ്യാൻ പ്രാപ്തരുമായിരുന്നു, അവർ ആഗ്രഹിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം വായിക്കാണ് വ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലിയദ അൻ യഅ്മുറഹുന്ന ബിമാ യജിബു അലൈഹിന്ന. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല. അവർക്ക് നിർബന്ധമായിരുന്നുവെങ്കിൽ പ്രവാചകൻ കൽപ്പിക്കുമായിരുന്നു. അമറ എന്ന് പറഞ്ഞാൽ വാജിബിനെയാണ് അറിയിക്കുന്നത്. അമ്ര എന്നത് വുജൂബിനെ അറിയിക്കുന്നു. ഇത് തിരിയാത്ത ഉസ്താദുമാരല്ലല്ലോ. അദ്ദേഹം എന്താ പറയുന്നത്? ഇമാം ഷാഫിഈ റഹ്മഹുല്ല, ഇനി എങ്ങാനും അയ്യമുറഹുന്ന ബിമാ യജിബു അലൈഹിന്ന, അവർക്ക് നിർബന്ധമായിരുന്നുവെങ്കിൽ പ്രവാചകൻ അത് കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ വ്യക്തമാണ്. ഇമാം ഷാഫിഈ റഹ്മഹുല്ല ഇഖ്തിലാഫുൽ ഹദീസിൽ കൊണ്ടുവന്ന വിഷയം വളരെ ക്ലിയറാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ നിർബന്ധമല്ല എന്നതാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അതിനെയാണ് ഇദ്ദേഹം കോട്ടിമാറ്റി അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറുപടി പറയേണ്ടത് ഞാനല്ല, ഇമാം ഷാഫിഈ റഹ്മഹുല്ലയ്ക്ക് മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായിക്കൊണ്ട് പകര അഹ്സനി പറയുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഹദീസുകൾ കണ്ട ഇമാം ഷാഫിഈയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതേ ഇമാം ഷാഫിഈ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ പറയുന്ന, അദ്ദേഹത്തിൻ്റെ മുസ്നദ് ഇമാം ഷാഫിഈ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ 3-ാം വോള്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയാണ്, ബാബുൽ ഇദ്നി ലിന്നിസാഇ ഫിൽ ഖുറൂജി ഇലൽ മസാജിദ്. അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുവാദം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബാബ് തന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്, ഒരു ഹെഡിങ് തന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അവകാശമുണ്ട്, അത് തടയാൻ പാടില്ല എന്ന ഒരു അർത്ഥമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി അദ്ദേഹം അതിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, അദ്ദേഹത്തിൻ്റെ 3-ാം വോളിയം 2410 പേജിൽ അദ്ദേഹം പറയാണ്, أخرجنا الشافعي رضي الله عنه أخبرنا بعض أهل العلم عن محمد بن عمرو بن علقمة عن أبي سلمة عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تمنعوا إماء الله مساجد الله عز وجل فإذا خرجنا فليخرجنا تفلات. അദ്ദേഹം പറയാണ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് പറയുന്നു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് സ്ത്രീകളെ തടയരുത്. ഒന്നാമതായി എടുത്തു കൊടുക്കുന്ന ഹദീസാണ്. ഇനി എന്താണ് ബാക്കി പറഞ്ഞത്? ഫഇദാ ഖറജ്ന, ഇനി പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് എങ്കിൽ ഫൽയഖ്റുജ്ന തഫിലാത്തിൻ, അവൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാത്ത, മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാത്ത രൂപത്തിൽ പള്ളിയിലേക്ക് പോകണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുവചനമാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ല ഉദ്ധരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിരുവചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് അവൻ്റെ പ്രമാണം. അതിനപ്പുറം പിന്നീട് വേറൊരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല. വിശുദ്ധ ഖുർആനിലോ തിരുവചനങ്ങളിലോ ഒരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അത് വ്യക്തമായി കഴിഞ്ഞാൽ, അതിനപ്പുറം പിന്നെ വേറൊരു വ്യാഖ്യാനത്തിന് പോകേണ്ട ഒരാവശ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ മുസ്നദിൽ തന്നെ രണ്ടാമതായി മറ്റൊരു ഹദീസിൽ ഇതേ ഹദീസ് വീണ്ടും എടുത്തു കൊടുക്കുന്നു. മറ്റൊരു സനദിലൂടെ, മറ്റൊരു പരമ്പരയിലൂടെ എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളയുടെ മുസ്നദിൽ എടുത്തു നോക്കിയാലും ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടാം. അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിൽ ജുമുഅ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഒന്നാം വോളിയം 131 മുതൽ 133 വരെയുള്ള പേജുകളിൽ നമുക്കത് വിശദമായി വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നാം വോളിയം 204 പേജും 289 പേജൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ആത്മാർത്ഥമായി പഠിക്കാൻ, സത്യം മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ ഇമാം ഷാഫിഈയുടെ ഗ്രന്ഥങ്ങൾ തന്നെ ധാരാളം തെളിവുകൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് അവർ പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ള ഉദ്ധരിച്ച അതേ ഹദീസ് ഇദ്ദേഹം ഈ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ചില ഉദ്ധരണികളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. കുന്ന നിസാഉൻ മുക്മിനാത്തിൻ യഷ്ഹദ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. ഇമാം ബുഖാരി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 578 അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ 645 ഉദ്ധരിച്ച ഹദീസാണ്. ഇതേ ഹദീസ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ എന്താണ് പറയുന്നത്? കുന്ന നിസാഉൽ മുക്മിനാത്ത്, മുക്മിനാത്തായ സ്ത്രീകൾ. ആരാണ് മുക്മിനാത്തുകൾ? ഈമാനുള്ള സ്ത്രീകൾ. അത് പേരോട് ഉസ്താദ് തന്നെ പറയട്ടെ. അവരാണ് വലിയ ഈമാനുള്ള സ്ത്രീകൾ. ഈ ഒതായിലെ ഫാത്തിമ കുട്ടിയും അല്ലെങ്കിൽ ഒതായിലെ ഖദീജ കുട്ടിയൊന്നല്ല. ഈമാനുള്ള സ്ത്രീകൾ അതേത് മുജാഹിദ് പെണ്ണല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളുമാണ്. അവർ ജുമുഅ ജമാഅത്തിന് പോകാറില്ല. ഈമാനുള്ള മുക്മിനാത്തുകൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അതുപോലെ തന്നെ പെൺമക്കളുമാണ്. ആ പെൺമക്കളും ഭാര്യമാരും യഷ്ഹദ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഷാഹിദായിരുന്നു, സാക്ഷിയായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. എപ്പോൾ? എന്തിന്? സ്വലാത്തൽ ഫജ്രി, നിസ്കാരത്തിന്, സുബഹി നിസ്കാരത്തിന് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. പ്രവാചകൻ്റെ കൂടെ ഷാഹിദായിരുന്നു പ്രവാചകൻ്റെ ഭാര്യമാരും പെൺമക്കളും എന്നത് ഈ ഹദീസിൽ നിന്ന് കിട്ടി. എന്നിട്ടോ അവർ വീട്ടിലേക്ക് മടങ്ങും. എപ്പോൾ? അതാണ് പറഞ്ഞത്. ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. അതായത് ഗലസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ആ രാത്രിയുടെ ഇരുട്ട് മാറി പ്രഭ തുടങ്ങുന്നതിന് മുമ്പ് അവരെ ആരും തിരിച്ചറിയാൻ കഴിയാത്ത സമയമെത്തുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പള്ളിയിൽ നിന്ന് മടങ്ങും എന്ന് പറയുമ്പോൾ അവർ മടങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് പള്ളിയിലായിരിക്കണമല്ലോ ജമാഅത്ത് കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്തിന് കൂടെ പങ്കെടുത്തിട്ടുണ്ട്, ഷാഹിദായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിലാണല്ലോ പ്രവാചകൻ നിസ്കരിച്ചത്. അപ്പോൾ അവിടെ നിന്നാണല്ലോ വീട്ടിലേക്ക് മടങ്ങുന്നത്. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അവർ പ്രഭാതം എത്തുന്നതിന് മുമ്പ് നിസ്കാരത്തിൽ നിന്ന് മടങ്ങി എന്ന് പറയുമ്പോൾ പള്ളിയിൽ അവർ ഷാഹിദായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇനി തീർന്നില്ല. ഇദ്ദേഹം തുടക്കത്തിൽ അഹ്സനി തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് എന്താണ്? ഇമാം അൻ-നവവി റഹ്മത്തുള്ളയ്ക്ക് പരിചയമില്ല, അവരൊക്കെ അതിനെതിരായിരുന്നു. സ്ത്രീകൾ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർ എതിരായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ഇമാം അൻ-നവവി റഹ്മത്തുള്ള
അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ തന്നെ നമുക്കൊരുപാട് വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അതുപോയിട്ട് റിയാദുസ് സ്വാലിഹീൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്, പ്രശസ്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലും പല ഹദീസുകളും എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ ഇദ്ലം യതറത്തബ് അലൈഹി ഫിത്നതുൻ വഅന്നഹ ലാ തഖ്റുജ് മുതയ്യിബതൻ, അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ലാ തംനഉൽ മസ്ജിദ ലാകിൻ ബിശുറൂത്തിൻ ദകറഹൽ ഉലമാ മഅഖൂദതൻ മിനൽ അഹാദീസ്. ഹദീസുകളിൽ നിന്ന് എടുത്ത ചില ഷർത്തോടുകൂടി സ്ത്രീകളെ പള്ളിയിലേക്ക് വിടാൻ അനുവാദം കൊടുക്കുകയാണ് ഇമാം അന്നവവി റഹ്മത്തുള്ള. ഇമാം മുസ്ലിം റഹ്മത്തുള്ളയുടെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിക്കുമ്പോഴാണ് ഇമാം നവവി റഹ്മത്തുള്ള ഇത് പറയുന്നത്. അതായത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകാൻ ആവശ്യപ്പെട്ടാൽ തടയരുത് എന്ന് പറയുന്നു. എന്നിട്ട് തടയരുത് എന്ന് പറയുന്നതോടൊപ്പം ഉലമാക്കൾ ഹദീസുകളിൽ നിന്ന് ചില ഷർത്തുകൾ കൂടി പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചു വേണം സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞു. എന്താണ് ആ ഷർത്തുകൾ? വഹുവ അൻ ലാ തകൂന മുതതയ്യിബതൻ, അത്തർ പുരട്ടി സുഗന്ധം പുരട്ടിക്കൊണ്ടായിരിക്കരുത് പള്ളിയിലേക്ക് സ്ത്രീകൾ പോകേണ്ടത്, സുഗന്ധം പുരട്ടാൻ പാടില്ല. വല മുതസയ്യിനതൻ, സീനത്തുണ്ട, അതായത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആകർഷിക്കുന്ന രൂപത്തിലുള്ള തൻ്റെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചു പോകാൻ പാടില്ല. അതോടൊപ്പം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, അവർ പരസ്പരം ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന രൂപത്തിൽ ഫിത്നയുണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ പോകാൻ പാടില്ല. എന്നാൽ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോകാം എന്ന് ഇമാം അന്നവവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഷറഹു മുസ്ലിമിൽ മറ്റൊരു ഹദീസിനെ അദ്ദേഹം വിശദീകരിക്കുന്നു. ബാബു അംരിൻ നിസാഇ മുസല്ലിയാത്തിൻ വറാ അദ്ദിജാൽ, പുരുഷന്മാരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുക്കുകയാണ്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഹദീസിനെ വിശദീകരിക്കുകയാണ്. അല്ല യർഫഅന റുഊസഹുന്ന മിനസ് സുജൂദി ഹത്താ യർഫഅ അദ്ദിജാൽ, പുരുഷന്മാർ സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷമല്ലാതെ സ്ത്രീകൾ സുജൂദിൽ നിന്ന് ഉയരരുത് എന്ന ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇമാം അന്നവവി റഹ്മത്തുള്ള പറയുകയാണ്, മഅനാഹു ലിഅല്ലാ യഖഅ ബസറുൽ മർഅതി അല ഔറതി റിജാലിൽ ഇൻകശഫ, പുരുഷന്മാർക്ക് അന്ന് ദാരിദ്ര്യം കാരണം ഒരു വസ്ത്രം, ഒരു തുണി കൊണ്ട് 2 ഭാഗങ്ങളും മറച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഔറത്ത് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ മറയാതെ ഉണ്ടാകും. സുജൂദിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് ഒരു പക്ഷേ സ്ത്രീകൾ ഒരേ സമയത്ത് എണീക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ഔറത്ത് കാണാനിടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, പുരുഷന്മാർ എണീക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ എണീക്കരുത്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നതാണല്ലോ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇത്ര കണ്ട് ഹദീസുകൾ വളരെ വ്യക്തമായിട്ടും ഇമാം നവവി റഹ്മത്തുള്ള അതിനെയൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടും എന്താണ് ഇവർ ഉറക്കം നടിക്കുകയാണോ അതല്ല ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞിട്ട് ഉണർത്താൻ സാധിക്കും. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ സാധിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ ശ്രവിക്കുമ്പോൾ കൃത്യമായ പ്രമാണങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. എത്രയെത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇനി പ്രവാചകൻ്റെ ഹദീസുകൾ ഒരാവർത്തി ഞാനൊന്ന് പറയാം. ചില ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഫഅദനൂ ലഹുന്ന, റസൂലുള്ള പറയാണ്, രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അനുവാദം കൊടുക്കണമെന്ന് ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ലി സ്വലാത്ത് ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്. സ്ത്രീകൾ
മുക്മിനാത്തുകളായ സ്ത്രീകൾ പ്രവാചകന്റെ കൂടെ സുബഹി നിസ്കാരത്തിന് ഷാഹിദായിരുന്നു, നിസ്കാരത്തിൽ കൂടെയുണ്ടായിരുന്നു. അവർ നിസ്കാരം കഴിഞ്ഞാൽ ഫജ്ർ അത് തുലു എത്തുന്നതിന് മുമ്പ്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ സൂര്യൻ്റെ പ്രഭ വെളിച്ചം പരക്കുന്നതിന് മുമ്പ് അവർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിരുന്നു. ആരും അവരെ തിരിച്ചറിയാത്ത രൂപത്തിൽ ആ ഒരു അവസ്ഥയിൽ പ്രകാശം പരക്കാത്തൊരു സമയത്ത് അവർ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ഉദ്ധരിച്ച ഹദീസ്, മാ സ്വല്ലൈതു വറാഅ ഇമാമി ഖത്തു അഖഫ സ്വലാത്ത് വല അതമ്മ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പൂർണ്ണമായി പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായ രൂപത്തിൽ, വളരെ ലഘുവായ രൂപത്തിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകൻ ചിലപ്പോഴൊക്കെ നിസ്കാരം ദൈർഘിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വഇൻ കാന യസ്മഉ ബുകാഅ അസ്സബിയ്യി, ഒരു കുട്ടി കരയുന്നതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് കേട്ടുകഴിഞ്ഞാൽ ഫയുഖഫിഫ് മഖാഫത അൻ തുഫ്തിന ഉമ്മഹു, ആ കുട്ടിയുടെ ഉമ്മ നിസ്കാരത്തിൽ ഫിത്നയിലായി പോകും എന്നത് ഭയന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ ചുരുക്കുമായിരുന്നു എന്നാണ്, ലഘൂകരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ ഇമാമ് നിന്ന നിസ്കാരത്തിൽ പുറകിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ കരയണമെങ്കിൽ അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കണമല്ലോ. അപ്പോൾ സ്വന്തം കുട്ടികൾ കരയുന്നത് കാണുമ്പോൾ ഏതൊരു ഉമ്മയ്ക്കും പ്രയാസമാകും. അപ്പോൾ ആ രൂപത്തിൽ മക്കൾ കരയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വേഗം തീർക്കും. എന്തിനു വേണ്ടി? ആ ഉമ്മ ഫിത്നയിലാകാതിരിക്കാൻ, നിസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ റസൂലുള്ളാഹി വേഗം നിസ്കാരം തീർക്കും എന്നാണ്, സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? എത്രയെത്ര ഹദീസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വേണ്ട, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷവും പ്രവാചക പത്നിമാർ പള്ളിയിൽ പോയിരുന്നു എന്നും അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു എന്നും എത്ര ഹദീസുകളാണുള്ളത്. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന, അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 2026 ഹദീസായി കൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശറൽ അവാഖിർ മിനർ റമളാൻ, റമളാനിൻ്റെ ഏറ്റവും അവസാനത്തെ 10 ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു മരിപ്പിക്കുന്നതുവരെ, അതായത് പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിട പറയുന്നതുവരെ പ്രവാചകൻ അത് ശീലിച്ചിരുന്നു, അത് കൊണ്ടു നടന്നിരുന്നു, അത് പ്രാവർത്തികമാക്കിയിരുന്നു. എന്നിട്ട് പറയണം നമ്മുടെ ഉമ്മ, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ പത്നിമാർ ആ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ റമളാനിൻ്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തെ 10 ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം ഉണ്ടാവുമല്ലോ, ആ 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കണമല്ലോ. അപ്പോൾ പള്ളിയിൽ ഇഅ്തികാഫ് തന്നെ പള്ളിയിലാണ്, വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു, സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു എന്ന് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെയും വീണ്ടും സ്ഥിരപ്പെടുത്താൻ സാധിക്കും. ഇനി മറ്റൊരു ചരിത്ര സംഭവം നമുക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പള്ളിയിലേക്ക് കടന്നു വന്ന സമയം ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ റിയാദുസ് സ്വാലിഹീനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതായത് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ 2 തൂണിനിടയിൽ ഒരു കയറ് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, മാ ഹാദാ, ഇതെന്താണ്? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ലി സൈനബ തുസല്ലി ഫഇദാ കസിലത് ഔ ഫതറത് അംസകത് ബിഹി. സൈനബ് റളിയല്ലാഹു അൻഹ മഹദി നിസ്കരിക്കുന്ന സമയത്ത് ക്ഷീണിക്കുമ്പോൾ അവർ എന്തു ചെയ്യും? ഈ കയറിൽ പിടിച്ചുകൊണ്ട് നിന്ന് നിസ്കരിക്കും. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുല്ലൂഹു, അതിനെ അഴിച്ചു കളയുക. ഇനി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ക്ഷീണം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ നിസ്കാരം അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് അവൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹുവിന് സ്ഥിരമായി കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടെ ഒരു കയറ് തന്നെ കെട്ടിയിരുന്നു എന്ന് ഹദീസിൽ കാണുമ്പോൾ അത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 2 തൂണുകൾക്കിടയിൽ ഒരു കയറ് കണ്ടു എന്ന് പറയുമ്പോൾ അത് പള്ളിയിലാണ് നിസ്കരിച്ചത് എന്നത് വ്യക്തമാണ്. സൈനബ് റളിയല്ലാഹു അൻഹ
പള്ളിയിൽ നിസ്കരിച്ചിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ മുക്മിനാത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഒരു മുക്മിനത്തായ പെണ്ണാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ ഇമാമിങ്ങളുടെ പേരിലാകട്ടെ, അതുപോലെ തന്നെ ഹദീസിനെ വളച്ചൊടിക്കുന്നതാകട്ടെ, ഏതുമാകട്ടെ ഉസ്താദുമാർ അവസാനിപ്പിക്കണം. ഇന്ന് അറിവിൻ്റെ വിജ്ഞാനങ്ങൾ അത് എല്ലാവരിലേക്കും പടർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പഴയ കാലഘട്ടം കഴിഞ്ഞു. കട്ടുമുറിച്ചതും കോട്ടിമാറ്റിയതും ആരും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്കത് സാധിച്ചു. ഇനി അത് സാധിക്കുകയില്ല എന്നത് തിരിച്ചറിയുക. കാര്യങ്ങൾ വ്യക്തമാണ്. ഹദീസുകൾ എമ്പാടുമുണ്ട്. ഒന്നല്ല, ഒരു ഡസൻ കണക്കിന് ഹദീസുകൾ സ്ത്രീകൾ പള്ളിയിൽ പോയതിന് തെളിവാണ് എന്നത് അത് സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം നടിക്കുകയാണ് എങ്കിൽ ഉണർത്താൻ സാധിക്കുകയില്ല. മറുപടി പറയേണ്ടത് നിങ്ങളാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ലയ്ക്ക്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ, അതുപോലെ തന്നെ രണ്ടാം ഷാഫിഈ എന്ന് പറയുന്ന ഇമാം നവവി റഹ്മഹുല്ലയുടെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. നേരെ മറിച്ച് ആ ഹദീസുകളെയും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളെയും കോട്ടിമാറ്റുന്നത് അവസാനിപ്പിക്കുകയും ഈ വിഷയങ്ങൾ കൃത്യമായി വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചെയ്യണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും വസ്തുതകളെ യഥാവിധം മനസ്സിലാക്കുവാനും അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് ശരിയാവിധം പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.